ഹലോ ഹായ്. അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ പാലക്കാട് ജില്ലയിൽ മലമ്പുഴ ഡാമിൻ്റെ അടുത്തുള്ള കവ ഐലൻഡിലേക്കാണ്. അപ്പോൾ ഒരു ദിവസം രാവിലെ എണീച്ചപ്പോൾ ഒരു മൂഡ് തോന്നി, അപ്പോൾ ഒരു ട്രിപ്പ് പോയാലോ. അപ്പോൾ രാവിലെ ഒരു 6:30 ആയപ്പോൾ ഞാൻ എണീച്ച് പിന്നെ വണ്ടി എടുത്ത് നേരെ പോകുന്നു. അപ്പോൾ വീഡിയോ ഒക്കെ കുറച്ചേ ഉള്ളൂ, വലുങ്ങനല്ല, അപ്പോൾ ആ ഒരു രീതിക്കേ ഉള്ളൂ. അപ്പോൾ നമ്മളതിൽ സ്പ്ലെൻഡറാണ്, അപ്പോൾ ഇത് വെച്ചിട്ടായിരിക്കും ഇതിനുള്ള വീഡിയോ ഒക്കെ വരിക. അങ്ങനെ വണ്ടി എടുത്ത് കിട്ടുമ്പോൾ നേരെ പോകുന്നത്, ഇത് ഹൈവേ കേട്ടോ, പുതിയ ഹൈവേ പണി നടക്കില്ലേ, ആ ഒരു ഹൈവേ ആണ് ഇത്. ഹൈലൈറ്റ് മാളിൻ്റെ ഫ്രണ്ടിലാണ്, കോഴിക്കോടുള്ള ഹൈലൈറ്റ് മാളിൻ്റെ ഫ്രണ്ടിൽ. പിന്നെ അവിടെ നിർത്തിയില്ല, ഡയറക്റ്റ് ഞാനിപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാൻ നിർത്തിയാണ്. ഇതിപ്പോൾ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ, അതാ കാണുന്ന പോലീസ് സ്റ്റേഷനാണ്. അവിടെയൊക്കെ ഒന്ന് നിർത്തി കുറച്ചേറെ റെസ്റ്റൊക്കെ എടുത്ത് ഒന്ന് ചെറിയൊരു ബ്രേക്ക് തന്നെ അങ്ങനെ എടുത്ത് പിന്നെയും വണ്ടി എടുത്ത് നമ്മൾ നേരെ വിട്ട്. അപ്പോൾ കുറച്ചായിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ്, കവ ഐലൻഡിലേക്ക് പോകുന്ന വഴിയാണ്. പോകുന്ന വഴിക്ക് ഞങ്ങളൊരു നുങ്ക് എന്ന് പറയുന്ന സാധനം, അതായത് സാധനം കുടിച്ച് കുഴപ്പമില്ലേന്. പിന്നെ ആ വഴിക്ക് പിന്നെയും വണ്ടി എടുത്ത് അങ്ങനെ പോയി. ഇത് എന്താ പറയുക, ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരു റോഡാണ്. പക്ഷെ ഞങ്ങൾ പോയത് ഉച്ച ടൈമിലാണ്. ടൈമിൽ പോയി അത്യാവശ്യം നല്ല റോഡേന് കേട്ടോ, നല്ല റോഡും ഒരു വൈബ്, ഒരു ബൈക്ക് യാത്രക്കൊക്കെ പറ്റിയൊരു സ്ഥലം തന്നെ. പിന്നെ ആ വഴിക്ക് നേരെ പോയി കുറച്ച് ഉച്ച ടൈമായിക്കുന്ന അവിടെ എത്തുമ്പോൾ, ഇതിപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കുറച്ച് റിസോർട്ടൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം കണ്ട്. അപ്പോൾ അവിടെയൊക്കെ നോക്കി നിർത്താനൊന്നുമില്ല, ആ വഴിക്ക് പോയി. പിന്നെ വരുന്ന വഴിക്ക് മലമ്പുഴ ഡാമിൻ്റെ ആ സൈഡാണിത്. ഇവിടുന്ന് ഉള്ളിൽ കയറിയില്ല, ഭയങ്കര തിരക്കേനി. ഇത് കഴിഞ്ഞിട്ട് നേരെ കവ ഐലൻഡ് എത്തി. കവ ഐലൻഡിൽ കുറേ നേരം സ്പെൻഡ് ചെയ്ത് കുറച്ച് നേരം അവിടെ ഇരുന്ന് അങ്ങനെ നോക്കി. അവിടേക്ക് വണ്ടി ഇറക്കാതെ ഇതിൽ ഇറക്കാന്നറിയില്ല, ഫസ്റ്റ് ടൈം പോയതിനോണ്ടായിരിക്കും ഒരു ഇത് കിട്ടുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ നമ്മൾ ഫ്രൈഡ് റൈസാണ് കഴിച്ച്, ചിക്കൻ ഫ്രൈഡ് റൈസ്, കുഴപ്പമില്ലായിരുന്നു. പിന്നെ വരുന്നേക്ക് ഇത് പെരിന്തൽമണ്ണ ഒരു അമ്പലം കണ്ട് ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് നേരെ വീട്ടിലേക്ക്. പിന്നെ രാത്രിയായി, പിന്നെ അധികം വീഡിയോ എടുക്കാൻ നിന്നില്ല.